ടൊമാറ്റോ, 1 ഒനിയൻ, കുറച്ച് ജിഞ്ചർ ഗാർലിക് ചതച്ച് വെച്ചിട്ടുണ്ട്, 2-3 പച്ചമുളകുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ താരം. അതായത് ഞാൻ സോയ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് വെച്ചതാണ്. ഇതിൻ്റെ ആ പദമായിട്ട് മുഴുവൻ പോകണം. ഞാനൊന്ന് റെഡിയാക്കിയിട്ട് വരാം. വെള്ളം ഫുള്ള് നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം ഞാൻ കഴുകി കേട്ടോ. എന്നിട്ട് ഇത് പുളിവെള്ളം ഒഴിച്ച് വെച്ചിരിക്കണേ. അതാ പുളിവെള്ളമാണ് ഇതിൻ്റെ ആ റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് പുളിവെള്ളം ഒഴിച്ച് വെക്കണേ കേട്ടോ. ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കറി ഉണ്ടാക്കാം. പുളിവെള്ളത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ട് 2-3 പ്രാവശ്യം വീണ്ടും കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകാവുന്നിടത്തോളം കഴുകണത്, എന്നാലേ ഇതിൻ്റെ ആ ഇത് പോവുള്ളൂ. എന്നിട്ടും പദം വരുന്ന ഇതില്ല. ഇനി ഞാനിത് ഇതിൽ സവാള ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി ആവശ്യത്തിന്, പച്ചമുളക് ഉണ്ട് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത്തിരി ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ലിങ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, അതിൽ നിന്ന് കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇടാനുള്ളത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ വെക്കാം. കുക്കറിലാണെങ്കിൽ 1-2 സ്റ്റീം മതി കേട്ടോ. ഇതൊന്ന് ഞാൻ ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചാണ് ഇട്ടത്. അപ്പോൾ പുളിവെള്ളത്തിൽ ഇടുകയാണെങ്കിൽ കുറച്ച് നേരം, ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ. 5 മിനിറ്റ് പോരാ, ഒരു 10-15 മിനിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ റോ ടേസ്റ്റ് ഫുള്ള് പോകും. നല്ല ടേസ്റ്റ്. ബീഫ് വെക്കണ മാതിരി ബീഫ് എങ്ങനെയാണ് നിങ്ങൾ വെക്കണമെന്ന് വെച്ചാൽ ഇതേമാതിരി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ആ പുളിവെള്ളം ഒഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് പറയണേ. പിന്നെ മറ്റേ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതിന്, ഇത് വളരെയധികം നല്ലതാട്ടോ. ഇതിൻ്റെ പച്ച ബീൻസ് എടുത്തിട്ട് സർജറി ഒക്കെ കഴിഞ്ഞവർക്ക് കൊടുത്താൽ വളരെ നല്ലതാണെന്ന് പറയാം. പ്രോട്ടീൻസും മിനറൽസൊക്കെ ഒരുപാടുള്ളതാണ്, വളരെ നല്ലതാണിത്. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ സോയ ഉപയോഗിക്കുക. ഓക്കെ, ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം ഒരു 5 മിനിറ്റ്. നമുക്കൊന്ന് തുറക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് കുറച്ചിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. മല്ലിയില ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇട്ടെന്താണോ ഇതിന് റോ ടേസ്റ്റ് ഉള്ളായിരുന്നേ മല്ലിയിലയുടെ ഇത് ആദ്യം തന്നെ ഒക്കെ റെഡി ആയിക്കോട്ടെ എന്ന് എഴുതി ഞാൻ നേരത്തെ ഇട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി കറി റെഡിയായി, ഇനി ഇത് വാങ്ങി വയ്ക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിതാ ചങ്ക്സ് കറി ശരിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചൊക്കെ കണ്ടല്ലോ. ഇനി ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചങ്ക്സ് കറി റെഡിയായി. ഞാനൊരു കഷ്ണം എടുത്തിട്ട് കഴിച്ചിട്ട് നിങ്ങളെ ബീഫ് കറി തോറ്റു പോകും. ബീഫിനെക്കാട്ടും ടേസ്റ്റായിട്ടുണ്ട്. ആ പുളിവെള്ളമാണ് ഇതിൻ്റെ റോ ടേസ്റ്റ് കളഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ. ബി പോസിറ്റീവ്.